ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനുവൽ എക്സാം ക്ലാസ് 8 കെമിസ്ട്രി രസതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉത്തരവും ഇതിനോടൊപ്പം പറയുന്നുണ്ട്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈ ചാനൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് കാണാം. ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷനും നിങ്ങൾ കാണാം. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കെമിസ്ട്രിയാണ്, രസതന്ത്രമാണ്. 40 മിനിറ്റ് സമയമാണ്, 20 സ്കോറാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതം. ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ജലത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതു ഗുണമാണെന്ന്? ജലത്തിൻ്റെ താപധാരിത അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത എന്ന ഗുണമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വിശിഷ്ട താപധാരിത? ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. ഉത്തരം എന്താണ്? റബ്ബർ ആണ്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ ആണ് റബ്ബർ. ബെല്ലുകൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ബെല്ലുകൾ നിർമ്മിക്കാൻ നമ്മൾ ലോഹം ഉപയോഗിക്കുന്നുണ്ട്. ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ്? സോണോറിറ്റി എന്ന സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം ഡാഷ് ആണ്. ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. അതായത് കാർബൺ 1ഉം ഓക്സിജൻ 2ഉമാണ്. 1, 2, 3. ഒന്നുകൂടി നോക്കാം. ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എന്ന സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ റബ്ബർ ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ്. ബെല്ലുകൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ സോണോറിറ്റി എന്ന സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം 3 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി തയ്യാറാക്കിയിരിക്കുന്നു. പൂരിത ലായനി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് പൂരിത ലായനി? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. പൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ചേർന്നാൽ കിട്ടുന്ന ലായനി, അതാണ് പൂരിത ലായനി. രണ്ടാമത്തെ ചോദ്യം, ഈ ലായനിയെ ഒരു അതിപൂരിത ലായനി ആക്കി മാറ്റുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ പൂരിത ലായനി എന്താണെന്ന് പറഞ്ഞു. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഇതിനെ നമുക്ക് എങ്ങനെ അതിപൂരിത ലായനി ആക്കി മാറ്റാം? അതിനൊരു എന്താണ് ചെയ്യേണ്ടത്? താപനില വർദ്ധിപ്പിക്കുക. എന്താണ്? താപനില വർദ്ധിപ്പിക്കുക. താപനില വർദ്ധിപ്പിച്ചാൽ പൂരിത ലായനിയിൽ കൂടുതൽ ലീനം ലയിക്കുന്നു എങ്കിൽ ലായനി അതിപൂരിതമാകുന്നു. 6ാമത്തെ ചോദ്യം നോക്കാം. ആസിഡ് ചേർത്ത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ചോദ്യം ഇതാണ്: ഇവിടെ ഉണ്ടായ വാതകങ്ങൾ എന്തെല്ലാം? ഈ പ്രക്രിയയുടെ പേരെന്ത്? അപ്പോൾ ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്, O2 ആണ്. ബി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ എ എന്താണ്? ഓക്സിജൻ ആണ്. എ ഓക്സിജൻ ആണ്. ബി എന്താണ്? ഹൈഡ്രജൻ ആണ്. ബി ഹൈഡ്രജൻ ആണ്. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വൈദ്യുത വിശ്ലേഷണം. എന്താണ് പറയുക? വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം എന്നാണ് പറയുക. വൈദ്യുത വിശ്ലേഷണം എന്നാണ് പറയുക. ഓക്കെ, വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് ചേർത്ത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഓക്സിജനും ഹൈഡ്രജനും സ്വതന്ത്രമാകുന്നു. ഇതിനെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. മിശ്രിതം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കർപ്പൂരവും കറിയുപ്പും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് കർപ്പൂരം വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗമേത്? ഉൽപ്പതനമാണ്. എന്ത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? ഉൽപ്പതനം. കർപ്പൂരവും കറിയുപ്പും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് കർപ്പൂരം വേർതിരിക്കുന്നത് ഉൽപ്പതനത്തിലൂടെയാണ്. പരസ്പരം കലരാത്ത 2 ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള
ഉപകരണം എന്ത്? പരസ്പരം കലരാത്ത രണ്ട് ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാനുള്ള ഉൽപ്പാദനത്തിൻ്റെ പേരെന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? ഓക്കെ, 8ാമത്തെ ചോദ്യം, കൃത്രിമ നാരുകൾ വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളുടെ ഒരു മേന്മയും ഒരു പരിമിതിയും എഴുതുക. റിപ്പീറ്റഡ് ആണ്. എന്താണ് മേന്മ? ഒരു മേന്മയാണ് കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങില്ല. ഇതാണ് അതിൻ്റെ മേന്മ. കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങില്ല. പരിമിതി എന്താണ്? തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. പിന്നെ വായുസഞ്ചാരം കുറവാണ്. ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവും കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പരിമിതിയും ഏതെങ്കിലും ഒരു ഗുണവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നാം ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ജലമലിനീകരണം. ജലമലിനീകരണത്തിന് കാരണമാകുന്ന ഏതെങ്കിലും രണ്ട് പ്രവർത്തനങ്ങൾ എഴുതുക. റിപ്പീറ്റഡ് ആണ്. ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം, അമിത രാസവള പ്രയോഗം. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. അല്ലെങ്കിൽ ഡിറ്റർജൻറ്റിൻ്റെ അമിതമായ ഉപയോഗം. ഓക്കെ, ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം, അമിത രാസവള പ്രയോഗം, ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 3 മാർക്കാണ് ഉള്ളത്. അപ്പോൾ 10ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ചുവട് ഉരുണ്ട ഫ്ലാസ്കിൽ എടുത്ത ജലം പൂർണ്ണമായി തുടർച്ചയായി ചൂടാക്കുകയും ജലത്തിൻ്റെ താപനില രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ജലത്തിൻ്റെ തിളനില എത്രയാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫ്ലാസ്കിനെ തുടർച്ചയായി ചൂടാക്കുന്നു എങ്കിലും താപനില 100 ഡിഗ്രി സെൽഷ്യസിൽ സ്ഥിരമായി നിൽക്കുന്നു. എന്തുകൊണ്ട്? സാധാരണ അന്തരീക്ഷത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയാണ് ആ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. അപ്പോൾ തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ ജലത്തിന് കൊടുക്കുന്ന അധിക താപം മുഴുവൻ അവസ്ഥാ പരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന. അതിനാൽ ജലം തിളക്കുന്ന അവസ്ഥയിൽ താപനില മാറാതെ നിൽക്കുന്നു. എന്താണ്? തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ ജലത്തിന് കൊടുക്കുന്ന ആ താപം ഉണ്ടല്ലോ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവസ്ഥാ പരിവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ജലം തിളക്കുന്ന അവസ്ഥയും താപനില മാറാതെ നിൽക്കുന്നു. നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ്. എന്തുകൊണ്ട്? ജലത്തിനും നീരാവിക്കും ഒരേ താപനിലയാണ് ഉള്ളത്. എന്നിരുന്നാലും തിളക്കുന്നത് മുതൽ നൽകിയ അധിക താപം നീരാവിൽ അടങ്ങിയിരിക്കും. പക്ഷേ തിളക്കുന്നത് മുതലുള്ള ആ ഒരു അധിക താപമല്ല, അത് നീരാവിലുണ്ടാകും. അതിനാൽ തിളച്ച ജലം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമായിരിക്കും ആ നീരാവി കൊണ്ടുള്ള പൊള്ളൽ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന മാറ്റങ്ങളെ 2ആയി തരംതിരിക്കാം. നമുക്കറിയാം മാറ്റങ്ങൾ 2 വിധമുണ്ട്. ഒന്ന് ഭൗതിക മാറ്റവും ഒന്ന് രാസമാറ്റവും. ഇവിടെ കുറച്ച് ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഇവിടെ ജലം നീരാവിയാകുന്ന അത് എന്ത് മാറ്റമാണ്? ജലം നീരാവിയാകുന്ന ഭൗതിക മാറ്റമാണ്. പാൽ തൈരാകുന്നു, അത് രാസമാറ്റമാണ്. അതൊരു പുതിയ വസ്തുവായി മാറുകയാണ്. പാല് പുതിയൊരു വസ്തുവായി മാറുകയാണ്. പിന്നീട് ഒരിക്കലും നമുക്ക് തൈരിനെ പാലാക്കാൻ കഴിയില്ല. അപ്പോൾ രാസമാറ്റമാണത്. ഐസ് ഉരുകുന്നു എന്നത് ഒരു ഭൗതിക മാറ്റമാണ് അല്ലേ? ഓക്കെ, മഗ്നീഷ്യം വായുവിൽ കത്തുന്നു, അതെന്താണ്? രാസമാറ്റമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന മാറ്റങ്ങൾ 2ആയി തരംതിരിക്കുക. ഇത് നമ്മൾ പറഞ്ഞു. ജലം നീരാവിയാകുക എന്നത് ഭൗതിക മാറ്റമാണ്. പാല് തൈരാകുന്നു, രാസമാറ്റമാണ്. ഐസ് ഉരുകുന്നു, ഭൗതിക മാറ്റം. മഗ്നീഷ്യം വായുവിൽ കത്തുന്നു, രാസമാറ്റമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തെർമോപ്ലാസ്റ്റിക്കുകളെ പുനഃചംക്രമണം ചെയ്യാം. ഇതിനാധാരമായ തെർമോപ്ലാസ്റ്റിക്കുകളുടെ പ്രത്യേകത എന്ത്? തെർമോപ്ലാസ്റ്റിക്കിന് ഒരു ഉദാഹരണം എഴുതുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാനവരാശിക്ക് ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും ഇത് 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഇതിനാധാരമായ തെർമോപ്ലാസ്റ്റിക്കുകളുടെ പ്രത്യേകത എന്താണ്? തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു. എന്താണ്? ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു. തെർമോപ്ലാസ്റ്റിക്കുകൾ ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു. തെർമോപ്ലാസ്റ്റിക്കിന് ഒരു ഉദാഹരണം എന്താണ്? പോളിത്തീൻ. ഓക്കെ, ഒരു പോളിത്തീൻ എഴുതാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാനവരാശിക്ക് നൽകിയ ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. എന്താണ്? എളുപ്പത്തിൽ നശിക്കുന്നില്ല, ചിലവ് കുറവാണ്. ഓക്കെ, കാലങ്ങളോളം നശിക്കാതെ കിടക്കുക, അതൊരു മേന്മയാണ്. അതേപോലെ ചിലവ് കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. നോക്കാം. ജലത്തിൻ്റെ 2 സാമ്പിളുകൾ 2 ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് സോപ്പ് ചേർത്ത് നന്നായി ഇളക്കുന്ന. റിപ്പീറ്റഡ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിലെ ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നു. ഇത് ഏത് തരം ജലമാണ്? ഇപ്പോൾ സോപ്പ് നന്നായി പതയുന്ന ജലത്തെ നമ്മൾ എന്ത് പറയും? മൃദുജലം എന്ന് പറയും. സോപ്പ് പതയാത്ത ജലത്തെ എന്ന് പറയും കഠിന ജലം എന്നും പറയുന്നു. ഓക്കെ, 2ാമത്തെ ടെസ്റ്റ് ട്യൂബിലൂടെ ജലത്തെ
സോപ്പ് നന്നായി പതയുന്നില്ല. ജലത്തിൻ്റെ ഈ സ്വഭാവത്തിന് കാരണമായ ഏതെങ്കിലും ഒരു ലവണത്തിൻ്റെ പേരെഴുതുക. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ അല്ലെങ്കിൽ ക്ലോറൈഡുകൾ, സൾഫേറ്റുകൾ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ, ക്ലോറൈഡുകൾ, സൾഫേറ്റുകൾ. ഓക്കെ. ഇനി അടുത്തത് ജലത്തിൻ്റെ ഈ സ്വഭാവം നീക്കം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മാർഗം എഴുതുക. എന്താണ്? താൽക്കാലിക കാഠിന്യം തിളപ്പിച്ച് നമുക്ക് മാറ്റാം. താൽക്കാലികമായ കാഠിന്യമാണെങ്കിൽ അത് നമുക്ക് തിളപ്പിച്ച് മാറ്റും. എന്നാൽ സ്ഥിരകാഠിന്യ അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ കെമിസ്ട്രി രസതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് 2-3 ചോദ്യപേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ പകുതി ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, താങ്ക്